മുകേഷിനെതിരായി പീഡന പരാതി നൽകിയ കൊച്ചിയിലെ നടി ആ പരാതി പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി. ആലുവയിലെ ആ നടി പരാതി പിൻവലിച്ചിരിക്കുന്നു. അതാണ് വാർത്ത. പരാതി നൽകിയത് മുകേഷ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയായിരുന്നു. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ് ജോസഫ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഈ ഘട്ടത്തിൽ ഈ പരാതിക്കാരി പിൻവലിക്കുന്നത്? ഏറെ പ്രമാദമായിരുന്നു ആലുവ സ്വദേശിനിയായ ഈ നടിയുടെ പരാതി എന്ന് പറയുന്നത്. ഇതിൽ അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടനും MLA-യുമായ മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, ബാലചന്ദ്ര മേനോൻ, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന നോബിൾ, വിച്ചു, കൂടാതെ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ ഭാരവാഹിയായിരുന്ന അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിങ്ങനെ 7 പേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരുന്നത്. ഇവർ തന്നെ പീഡിപ്പിച്ചു. ഇവരിൽ ചന്ദ്രശേഖരൻ തന്നെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുത്തു തുടങ്ങിയ പരാതികളാണ് ഉന്നയിച്ചിരുന്നത്. അതിനുശേഷം ഇവർക്കെതിരെ ഒരു പോക്സോ കേസും വരികയുണ്ടായി. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി അവർ അറിയിച്ചിരിക്കുന്നത് താൻ ഇവർക്കെതിരായ പരാതികൾ പിൻവലിക്കാൻ പോകുന്നു എന്നാണ്. കാരണം തനിക്കെതിരെ പോക്സോ കേസ് വന്നിട്ടും അത് അന്വേഷിച്ച് ഇനിയും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു പോക്സോ കേസ് വന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ തനിക്ക് വേണ്ട പിന്തുണ അതിന് ലഭിച്ചില്ല. അതായത് തന്നെ പിന്തുണയ്ക്കാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. ഇരയായ തന്നെ ഒറ്റപ്പെടുത്താനാണ് പലപ്പോഴും ശ്രമം നടന്നത്. അതുകൊണ്ട് തന്നെ താൻ നൽകിയ പീഡന പരാതികൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇവർ പറയുന്ന കാരണങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഒരു തരത്തിലുള്ള പിന്തുണയും അവർക്ക് എവിടെ നിന്നും ലഭ്യമായില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയാണ്. സർക്കാർ ഒപ്പം നിന്നില്ല, പിന്തുണ നൽകിയില്ല എങ്കിൽ അതും ഗൗരവമായി പരിഗണിക്കേണ്ടതല്ലേ? അല്ല, സർക്കാർ പിന്തുണ നൽകിയില്ല എന്നൊരിടത്തും അവർ പറയുന്നില്ല. അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നു. മറിച്ച് അവർ പറയുന്നത് ഇവർക്കെതിരെ ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മൂവാറ്റുപുഴ തൊടുപുഴ സ്വദേശിനിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ പോക്സോ കേസിൽ ഇതേവരെ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു ഇരയായ താൻ പരാതി നൽകിയിട്ട് പൊതുസമൂഹം തനിക്ക് വേണ്ട ഒരു പിന്തുണ ഒരിടത്തു നിന്നും നൽകിയില്ല. അതുകൊണ്ട് ഈ ഒരു പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടികളോടും, ചലച്ചിത്ര മേഖലയിൽ വരുന്ന ഒരു പെൺകുട്ടികളോടും ആരും അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് താൻ പോരാട്ടം തുടങ്ങിയത്. എന്തായിരുന്നാലും ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇവർ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി അറിയിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലിക്ക് അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ഇവർ കത്ത് നൽകും എന്നുള്ളതാണ് സൂചന. ഏതാനും ദിവസങ്ങളിൽ അന്വേഷണ സംഘം എത്തി ഇവരുടെ മൊഴിയെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. പരാതിയിൽ പറയുന്ന ആളുകളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏറെ പ്രമാദമായ കേസാണ് എന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും 7 പേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയിരുന്നത്. ഈ പരാതികൾ പിൻവലിക്കാൻ ആലോചിക്കുന്നതായാണ് ആലുവ സ്വദേശിനിയായ നടി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രദീപ് ജോസഫ്, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രദ്ധ ഈ പരാതിക്കാരിയിലേക്ക് വരികയും അവർ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമം ആരുടെയെങ്കിലും ഭാഗത്ത് നടന്നതായി നമുക്ക് സംശയിക്കാമോ? കാരണം ഇത്രയും നാൾ വളരെ ഉറച്ച് ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു അവർ. പെട്ടെന്നൊരു ദിവസം ആരുടെ ഭാഗത്തുനിന്നും സഹായം ലഭ്യമാകുന്നില്ല എന്നൊരു കാരണം പറഞ്ഞ് വളരെ പ്രമാദമായി ഈ കേസ് പിൻവലിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകുമായിരിക്കുമോ?